രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ BJP പ്രതിഷേധം. രാഹുലിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന ഒരു മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് MLA ഓഫീസിൽ BJP പ്രതിഷേധം നടത്തുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ ഒരു മാസം പിന്നിടുന്ന സമയത്ത് BJP എന്തുകൊണ്ടാണ് ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് മണ്ഡലത്തിൽ എത്തുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാനായി സ്ഥലത്തുണ്ടോ? എന്താണ് കാര്യം? അതായത് രാഹുൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ വരുമെന്നുള്ള അഭ്യൂഹം പരന്നിരുന്നു. ഇതിന് പിന്നാലെ ഒരു മാസമായി ഈ ആരോപണം വന്നിട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ BJP ഈ രാഹുലിന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ MLA ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. അതുമാത്രവുമല്ല, അവിടെ വച്ച് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഉത്തരവാദിത്വമാണ്. ആ പാർട്ടി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആ BK ശ്രീകണ്ഠൻ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെ അണുവിടെ വ്യതിചലിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആ പ്ലക്കാർഡൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, സന്തോഷമല്ലേ കാര്യത്തിൽ. ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് പാലക്കാട് വരും എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും എല്ലാവരുടെയും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ പാലക്കാട് നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ തടുക്കുമെന്നുള്ളത് നേരത്തെ ഞങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന SFIക്കാരുടെ ആ ഊർജമൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പം അന്ന് ചെയ്ത തെറ്റിന് എങ്ങനെയാണ് ഡൈല്യൂട്ട് ആവുക? അദ്ദേഹം ധാർമ്മികമായിട്ട് ജനങ്ങളോട് പറയണം, എൻ്റെ ശബ്ദരേഖ അല്ലാതെ. നിങ്ങളെല്ലാവരും ചോദിച്ചു അദ്ദേഹത്തോട്, താങ്കളുടെ ശബ്ദരേഖയാണെന്ന്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. എന്നിട്ട് അതിനെ വെള്ള പൂച്ചുന്ന രീതിയിലാണ് ഇന്നലെ VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളാണ് പുകമറ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് തന്നെയാണല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങിക്കൊടുത്തത്. ഇപ്പം ഞങ്ങളടക്കമുള്ള സ്ത്രീജനങ്ങൾ ഒരു പരാതിയുമായി എങ്ങനെയാണ് MLA ഞങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുക? ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിന് ഒരു അവസാനം കാണും വരെ സമരത്തിന്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ MLA ഇവിടെ നിന്ന് മാറുന്നത് അല്ലെങ്കിൽ രാജിയിൽ വരെ എത്തുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് BJP പ്രവർത്തകർ വ്യക്തമാക്കിയത്. നമുക്ക് രാഹുലിന്റെ ഓഫീസിന്റെ മുൻവശം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഒരു പോലീസിന്റെ കാവലുണ്ട്. ഇവിടെ കുറച്ച് പ്ലക്കാർഡുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇപ്പോൾ BJP പ്രവർത്തകർ അവിടെ വച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, വീട്ടിൽ ആളുണ്ടോ, നിങ്ങൾക്ക് മുടിഞ്ഞ ഗ്ലാമറാണ്, വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത്, എത്ര നാളായി നമ്പർ ചോദിക്കുന്നു, അങ്ങനെ പല വാട്സപ്പിൻ്റെ രൂപത്തിലുള്ള ചില മെസ്സേജുകളുടെ രൂപത്തിലായി പ്രതിഷേധം എന്നുള്ള രീതിയിലുള്ള ചില ഫോട്ടോകൾ ഇവിടെ വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെയുള്ള പല ഫോട്ടോകളും ഈ ബാനറും ഇവിടെ പ്രവർത്തകർ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ വളരെ കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ലഭ്യമാണോ? ഇല്ല, ഇന്ന് രാഹുൽ ആദ്യം ശനിയാഴ്ച ദിവസം ഇന്ന് രാഹുൽ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തോടെ അല്ലെങ്കിൽ ഇന്നലത്തോടെ അതിലൊരു വ്യക്തത വന്നു, രാഹുൽ ഇന്ന് ഏതായാലും വരുന്നില്ല. പക്ഷേ അധികം വൈകാതെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമെന്നുള്ള സൂചനയുണ്ട്. പക്ഷേ ഇന്ന് രാഹുൽ പാലക്കാട്ടേക്ക് ഇല്ല എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല, രാഹുൽ വരില്ല എന്ന് തന്നെയാണ് വിവരം. ഒരുപക്ഷെ മറ്റൊരു ദിവസം, 2 ദിവസം കഴിഞ്ഞോ മറ്റോ ഒരു ദിവസം രാഹുൽ ഇവിടേക്ക് എത്താം, അധികം വൈകാതെ എത്താം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ അത്തരത്തിലൊരു പ്രതിഷേധമാണ് ഇവിടെ. നമുക്ക് നോക്കുകയാണെങ്കിൽ കുറെ മെസ്സേജിന്റെ രൂപത്തിലുള്ള ഇതും IPLന്റെ ഒരു പാലക്കാട് ഓഫീസിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് BJP പ്രവർത്തകർ.